എല്ലാവർക്കും JNP ബഡ്ഡീസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് മുത്തങ്ങയിലാണ് കേട്ടോ. ഞങ്ങൾ മുത്തങ്ങയിലേക്ക് വന്നതല്ല, ബാംഗ്ലൂർ പോവാണ്. ബാംഗ്ലൂർ പോകുന്ന റൂട്ടാണ് ഞങ്ങൾക്ക് മുത്തങ്ങ. അപ്പോൾ മുത്തങ്ങ ചെക്ക് പോസ്റ്റ് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ ആദർശ്, ജിതിൻ, ഞങ്ങൾ 3 പേരും കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 3 പേരും കൂടെ ബാംഗ്ലൂരിലുള്ള എൻ്റെ ഫ്ലാറ്റിലേക്ക് പോവാണ്. ഞാൻ എൻ്റെ അവിടുത്തെ ഫ്ലാറ്റ് വെക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മുത്തങ്ങ വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുള്ളത് മുത്തങ്ങയാണ്. മുത്തങ്ങയിൽ ഞങ്ങളൊന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. ഞങ്ങളിവിടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചു. അത് കഴിക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ കാർ പാർക്ക് ചെയ്താണ്. റെസ്റ്റോറൻറ്റിൽ ഒന്ന് ഇരുന്ന് കഴിച്ചാൽ സുഖം കിട്ടില്ല. പുറത്ത് പാർക്ക് ചെയ്ത് കഴിക്കാനുള്ള പരിപാടിയാണ്. ഏറുമാടൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി വയല് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കൃഷിയൊക്കെ ഉണ്ട്. അവിടെ ഒരു ഏറുമാടം. നമ്മൾ പോകുന്ന വണ്ടിയാണ് നമ്മുടെ എക്സെന്റ്. നമ്മളെ ആദർശ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാണ്. ഫുഡ് കഴിക്കൽ പരിപാടിയാണ് കേട്ടോ. പൊറാട്ടയും ബീഫും പിന്നെ കുറച്ച് അയിലക്കറിയും. എങ്ങനെയുണ്ട് ഇതിന് ടേസ്റ്റ്? അതോ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മുത്തങ്ങ റൂട്ടിൽ നമ്മളിങ്ങനെ കാടിൻ്റെ ഇടയിലൂടെ എങ്ങനെ പോകണം, നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ട് പോവാം. എന്താ സ്ഥലം നോക്കിയാൽ അടിപൊളി. അങ്ങനെ മുത്തങ്ങ റൂട്ടിലാണ് ഞങ്ങളുള്ളത്. അടിപൊളി ചിതൽപ്പുറ്റി ഉണ്ട്. കൊള്ളാട്ടോ, ചിതൽപ്പുറ്റി കുഴപ്പമില്ല. പണ്ടേതോ സന്യാസിമാര് ഇരുന്നതാണോ പറയാൻ പറ്റില്ല. അത് നോക്കാം നമുക്ക്. അടിപൊളി സംഭവം കേട്ടോ. ഞാൻ കിടന്നുറങ്ങാൻ കണ്ട സുഖമായിരിക്കും. നല്ല കാട്ടാട്ടോ, നല്ല ഉറപ്പാട്ടോ. സൂപ്പർ. എന്തോ നിധി ഉണ്ടോ? പണ്ട് ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് പോയ സമയത്ത് ഈ റൂട്ടിൽ ഞങ്ങളൊരു കൂട്ടം ആനയെ കണ്ടിരുന്നു. അന്ന് ഞങ്ങൾ പേടിക്കുകയൊക്കെ ചെയ്തതാണ് കുറച്ച്. ഇന്ന് വല്ലതും കാണുമെന്ന് അറിയില്ല. പുള്ളിമാൻ, അതാണ് മക്കളെ പുള്ളിമാൻ. സൂപ്പർ സൂപ്പർ പുള്ളിമാൻ മോനെ. ഈ പൊളി മാനുകളാ നോക്കിയേ. നമ്മളെ കണ്ടിട്ട് ഓടിക്കളഞ്ഞു. അങ്ങനെ കേരള കർണാടക ബോർഡർ ക്രോസ് ചെയ്തിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് കാണാൻ. നല്ലൊരു അടിപൊളി യാത്ര തന്നെയാണ് കേട്ടോ ഈ കാട്ടിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത്. നല്ല വ്യൂ ആണ്. നല്ല രസത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി മാനുകൾ കേട്ടോ. ഇന്ന് മാനുകളെ കാണാൻ പറ്റില്ല, വളരെ സന്തോഷം. അത് ഇനിയും കാണുന്നു വിചാരിക്കാം. ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ മരത്തിൻ്റെ പിറകിലൊരു മാൻ നമ്മളെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. കുറേ എണ്ണം ഉണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ ഓടിക്കളഞ്ഞു. ഒരു കൂട്ടം മാനുകൾ കേട്ടോ, ഒരു കൂട്ടം മാനുകളുണ്ട്. നമുക്ക് അധികം വ്യൂ കിട്ടുന്നില്ല ക്യാമറയിൽ, പക്ഷേ ഒരുപാടുണ്ട്. നമ്മൾ കാട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്നതൊന്നും സേഫ് അല്ല, അതുകൊണ്ട് നമ്മൾ പോകാത്തതാണ്. ഒരുപാടെണ്ണം ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവില്ല. എന്തായാലും കുറേ എണ്ണം ഉണ്ട്. രസമുണ്ട് കാണാൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. അതായത് നമ്മൾ ഈ മുത്തങ്ങ റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ, അതായത് കാട്ടിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അവിടെ വാഹനം നിർത്താൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പാടില്ല. നേരെ സ്ട്രെയിറ്റ് ഡ്രൈവ് ചെയ്യാനേ പാടുള്ളൂ. ഇത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ആക്ച്വലി ഞങ്ങളിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിലൂടെ പോയൊരു ചേട്ടൻ, അതായത് ടാക്സി ചേട്ടൻ ഞങ്ങളോട് പറയുകയാണ് ചെയ്തത്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 2000 രൂപ ഫൈനുണ്ട്.
പോലീസുകാർ കണ്ടു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഗാർഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് പറഞ്ഞപ്പോഴാണ് നമുക്കതിൻ്റെ കാര്യം മനസ്സിലായത്. ഞങ്ങൾ ഉടൻ തന്നെ വണ്ടിയിൽ കയറിയിട്ട് ഒറ്റ വിടലാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, അതൊന്നും ചെയ്യാൻ പാടില്ല. ഇപ്പം എന്തായാലും നമ്മൾ ടോൾ ഗേറ്റിനടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം ഇവിടെ എന്താണ്, എത്രയാണ് ചാർജ് എന്നൊന്നും അറിയില്ല. നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഈ ടോൾ അടച്ചിട്ട് ഒരൊറ്റ പിടി പിടിക്കാം. ഗുണ്ടൽപേട്ട് റോഡാണ്. അടിപൊളി കൃഷി സ്ഥലങ്ങളാണ്. എന്താ കൃഷി നോക്കിക്കേ. ടോൾ ഗേറ്റിൽ എത്ര പൈസ കൊടുത്തു എന്നുള്ള കാര്യം പറയാൻ മറന്നുപോയി. ഞങ്ങളവിടെ 25 രൂപയാണ് പേ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ വൺ സൈഡ് മാത്രമേ പേ ചെയ്തിട്ടുള്ളൂ. അടിപൊളി ട്രിപ്പാണ് കേട്ടോ. ഞാനും ആദർശും വേറൊരു ജിതിൻ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ അടിച്ചു പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗുണ്ടൽപേട്ട് റോഡിലാണുള്ളത്. അപ്പോൾ നല്ല അടിപൊളി കൃഷി സ്ഥലങ്ങളൊക്കെ കണ്ട് ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ നമ്മളിങ്ങനെ വണ്ടിയിലൊക്കെ കയറ്റുന്നുണ്ട് കേട്ടോ. ബീട്രൂട്ടൊക്കെ ഇങ്ങനെ വണ്ടിയിൽ കയറ്റുന്നുണ്ട്. നല്ല അടിപൊളി കാഴ്ചയാണ്. അങ്ങനെ ഗുണ്ടൽപേട്ട് എത്തിയിട്ടുണ്ട്. അവിടെ ഞങ്ങൾ പോലീസ് ജീപ്പിന്റെ പിറകിൽ ഇങ്ങനെ പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗുണ്ടൽപേട്ട് ഏരിയ വിട്ടു. ഗുണ്ടൽപേട്ടിൻ്റെ ബോർഡർ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോവുകയാണ് കേട്ടോ. ഇനി നേരെ ഞങ്ങൾ മൈസൂർ റോഡ് പിടിച്ചിട്ട് പോവുകയാണ്. മൈസൂർ റൂട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്ത ടോൾ ഗേറ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ എത്ര എമൗണ്ട് ആണെന്ന് അറിയില്ല. ഇനി ഇവിടത്തെ എന്തും കൂടി നോക്കിയിട്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ട് പോവാം. ടോൾ ഗേറ്റിൽ വൺ സൈഡ് 50 രൂപയാണ് കേട്ടോ. ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ മൈസൂർ എത്തിയിട്ടുണ്ട്. മൈസൂരിൽ കൂടി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗുണ്ടൽപേട്ട് റോഡൊക്കെ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന മൈസൂർ റൂട്ടിലൊക്കെ കൊറോണ എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അറിയാൻ ചാൻസ് ഇല്ല. കാരണം വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ മാസ്ക് യൂസ് ചെയ്യുന്നുള്ളൂ. അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ചന്ദ്രപ്പ ഹോട്ടൽ. അപ്പോൾ ഫുഡ് വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് കഴിക്കാം. ഹോട്ടലിൽ ഇരുന്ന് കഴിക്കാത്തതുകൊണ്ടാണ് നമുക്ക് പുറത്ത് പോയിരുന്ന് കഴിക്കാം. അങ്ങനെ ഏകദേശം 8-9 മാസത്തിന് ശേഷം ഞങ്ങൾ എൻ്റെ റെസിഡൻസിൽ വന്നിരിക്കുകയാണ്. ബാംഗ്ലൂർ റെസിഡൻസിൽ വന്നിരിക്കുകയാണ്. ഇതാ നമുക്ക് മുകളിൽ കയറി നോക്കാം. എൻ്റെ റൂമൊക്കെ എന്തായിരിക്കുന്നു ഇത് ഐഡിയ ഇല്ല കേട്ടോ. പോയി നോക്കാം. എൻ്റെ ഒക്കെ സ്കൂട്ടറാണ്. ആകെ പൊട്ടി പിടിച്ചിട്ട് വഷളായിട്ടിരിക്കുകയാണ്. നമുക്കൊന്ന് കിക്കടിച്ച് സ്റ്റാർട്ടാക്കി നോക്കാം. കുറേ കാലമായി സ്റ്റാർട്ടായ രക്ഷപ്പെടും. അടുത്താണ് അങ്ങനെ ഒരു 8-9 മാസം ഞാനിവിടെ വീടൊക്കെ അടച്ചിട്ട് പോയതായിരുന്നു. കണ്ടല്ലോ കോലം. ഇന്നത്തെ അത്യാവശ്യം പൊടിയുണ്ട് കേട്ടോ. ആകെ പൊടി പിടിച്ച് കിടക്കുകയാണ്. അയ്യോ, ഇതൊക്കെ വാരിപ്പെറുക്കി കൊട്ടയിലാക്കണം. കറണ്ടില്ല, അതെന്താണെന്ന് അറിയില്ല. അതൊന്ന് സെറ്റ് ചെയ്യണം. ഹൗസ് ഓണർ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു രസം കാണിച്ചേരേ. ഒരു അടിപൊളി രസം കാണിച്ചുതരാം. ഇപ്പം കാണിച്ചുതരാം. ഫ്രിഡ്ജിൻ്റെ ഉള്ളിലെ കോലമാണ്. കറണ്ട് പോയിട്ട് നിറയെ കൂറകളൊക്കെ കയറിയിട്ടുണ്ട് ഫ്രിഡ്ജിനുള്ളിൽ. അയ്യോ, എൻ്റെ ഫ്രിഡ്ജ് കണ്ടല്ലോ, മൊത്തം അലങ്കോലായിട്ടുണ്ട്. എൻ്റെ ഫിഷിൻ്റെ മുള്ള് മാത്രം എനിക്ക് കിട്ടി. അത് ഞാൻ എടുത്ത് കളഞ്ഞു. സഹിക്കാൻ പറ്റിയില്ല, ഞാൻ വേഗം എടുത്ത് കളഞ്ഞു. വെള്ളം വറ്റിയിട്ട് പാവം അല്ലേ, കുറേ സഹിച്ചു കാണും. വെള്ളം ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടിയല്ലേ, പാവം.
പാക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫ്ലാറ്റ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ കാലി പെട്ടികളൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. എല്ലാം പെറുക്കി കെട്ടുവാണ്. അങ്ങനെ ഞങ്ങളുടെ വണ്ടി ഫുള്ളായി. ടാറ്റ ഇൻട്രയാണ്, ഫുള്ളായിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്യണം. അങ്ങനെ ദാർപ്പായ ഉപയോഗിച്ച് ഞങ്ങൾ മൊത്തം കെട്ടി കവർ ചെയ്തിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ഞങ്ങൾ വിളിച്ചുകൊണ്ട് വന്ന പിക്കപ്പാണ്. ചേട്ടന്മാർ ഒരുപാട് സഹായിച്ചു പിക്കപ്പിലെ. അങ്ങനെ കംപ്ലീറ്റ് പണിയും തീർത്തിട്ട് റൂം വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ പോവുകയാണ്. ആദർശവും എം ജെ തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ വിടുകയാണ് കേരള. എം ജെ അങ്ങനെ മൈസൂർ പാലസിൻ്റെ മുന്നിലൂടെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വട്ടം ഞങ്ങളെ പോലീസ് കൈ കാട്ടി കേട്ടോ ഞങ്ങളുടെ വഴിയിൽ. അപ്പോൾ തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗുണ്ടൽപേട്ടയിലേക്ക് എത്താറായിട്ടുണ്ട്. ഇവിടെ നല്ല തണ്ണിമത്തം വെച്ച് വെക്കുന്നുണ്ട്. നമുക്ക് പോയി നോക്കാം എന്താ റേറ്റ് എന്നൊക്കെ ചോദിച്ചു നോക്കാം. കൃഷിക്കാർ ഡയറക്റ്റായിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ എന്ത് കൃഷിയാണ് കേട്ടോ, നോക്കി ഇവിടെ കൃഷിയാണ്. ഇതെന്ത് പൂവ്, എന്താ പൂവ് ഉണ്ടാവും ചോദിച്ചു നോക്കാം എന്താണ്. സൂര്യകാന്തിയുടെ പോലെ സൂര്യകാന്തി തണ്ണിമത്തനാണ് കേട്ടോ. 130 ഇങ്ങനെ ഒരു ചാക്കിന്. ഏകദേശം 20 കിലോ ഉണ്ടെന്ന് തോന്നുന്നു. 130 രൂപ. പക്ഷെ നമുക്ക് 100 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നല്ല പുളിമരം. അതാ നിറയെ പുളി ഉണ്ട് ഇതിൻ്റെ മുകളിൽ. നിറയെ കൃഷിയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ഫുള്ള് കൃഷിയാണ്. ഇത് കുഴിച്ച് നോക്കേണ്ടി വരും എന്താന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഇങ്ങനെ പൂവൊന്നും കണ്ടിട്ടില്ല. ഫുൾ ഏരിയ ആണ് കേട്ടോ. നല്ല മഞ്ഞ പൂക്കളാണ്, ഫുള്ളായിട്ടുണ്ട്. അടിപൊളിയാണ് കാണാൻ. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലതുപോലെ ഇരുട്ടായിട്ടുണ്ട്. ഇനി മുത്തങ്ങ കാട്ടിലൂടെ വേണം തിരിച്ചു പോകാൻ. അങ്ങനെ മുത്തങ്ങ കാടിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ത്രില്ലായിട്ട് അങ്ങനെ പോവാൻ. പിന്നെ ചെറിയൊരു പേടിയും അല്ലേ അത്. അതെ, പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു തണുപ്പിക്കുന്ന പേടി. അതെന്ത് പേടി? മുത്തങ്ങ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, ഇന്ത്യൻ ഓയിലിൻ്റെ. അവിടെയുള്ള പൂവാണ് നല്ല അടിപൊളി പൂക്കൾ കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും വീഡിയോ എടുക്കാതിരിക്കുമോ? നല്ല അടിപൊളി റോസാപ്പൂവുണ്ട്. ഈ ചെടിയുടെ പേര് എനിക്കറിയില്ല എന്തായാലും, പക്ഷേ ഇത് നല്ല റോസാപ്പൂവാണ്, നല്ല ഉണ്ട റോസാപ്പൂവാണ്. അങ്ങനെ ഞങ്ങളിപ്പം വയനാട് ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ താമരശ്ശേരി ചുരം ആണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അടിവാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിനുള്ളിൽ നമ്മുടെ വീട്ടിലെത്തി കിട്ടും. അല്ല, വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വണ്ടിയിലുള്ള സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് വീണ്ടും അത് വീടിനുള്ളിലേക്ക് കയറ്റണം. കുറേ പണിയുണ്ട്. അതൊക്കെ ഞങ്ങളങ്ങനെ മെല്ലെ അങ്ങോട്ട് ചെയ്യും. നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അങ്ങോട്ട് അമർത്തി വെക്കുക. അപ്പോൾ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ, ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. കൂടാതെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല വീഡിയോസുമായിട്ട് ഞങ്ങൾ ജെ ആൻഡ് പി വെഡ്ഡിങ്സ് വീണ്ടും വരും. അതുവരയ്ക്കും എല്ലാവരോടും ഗുഡ് ബൈ.